ഈ ചെക്കനെ കാണാനില്ലല്ലോ ഉമ്മ. ഓ അങ്ങോട്ട് വരൂണിയോ ചങ്ങായിമാരെയൊക്കെ ഉണ്ടാവും. നേരത്തെ കാലത്തിന് വന്നൂടെ ചെക്കനക്ക്. ആ ഇക്കാ വരുന്നുണ്ട്. ആ ഇന്റെ ഫോൺ മാത്രം പോകുന്നു. എന്തേ ഷിജു എന്തേ? ഓൻ ട്യൂഷന് പോയിട്ട് വന്നിട്ടില്ല ഇതുവരെ. ഇത്ര നേരമായിട്ടോ? നമുക്ക് ഒന്നുകൂടെ പോയി നോക്കായിരുന്നില്ലേ? ഓനാ നായന്മാരെ പഠിക്കലുണ്ടോ? എത്രയായി അന്തിപാതിരാക്ക് നായന്മാരോടൊക്കെ? ചെക്കനക്ക് പരീക്ഷയാണ് വരുന്നത്. ആ ചിന്ത തന്നെയല്ല ഇതേക്കും. ഞാൻ ചിന്ത ഉണ്ടാക്കണ്ടേ നിങ്ങളാണെങ്കിൽ ഇവിടെ കൊടുത്തിങ്ങാണ്ട് ഓൻ അതിലെ പോയക്കുന്നില്ല പോയക്കെന്ന് പറഞ്ഞു. എന്താ വേഗം ട്യൂഷൻ കഴിഞ്ഞങ്ങോട്ട് വരാൻ പറഞ്ഞാല് ഇവിടെ പോകുമ്പോ ഒന്നുകൂടെ പറഞ്ഞൂടെ? ഓൻ പോയപ്പോ ഞാൻ ഉണ്ടിനി ഇവിടെ. എന്താ പ്രശ്നോ? എന്താ പ്രശ്നം? എന്താ ഇഞ്ചി അടിച്ച പോലെ ഇരിക്കണത്? എന്താ ഒരു മാഞ്ഞാളന്ന്? മാഞ്ഞാളം ഞാൻ ഒക്കെപ്പാടെ ഞാൻ എന്താ അന്റെ ആങ്ങളുണ്ടല്ലോ ഷെരീഫ്, ഓണ്ട് നിങ്ങളെ തെക്കേപ്പുറത്തെ പറമ്പ് കച്ചവടാക്കാൻ നിക്കണ്. ആയിക്കോട്ടെ. അതിനെന്താ ഓന്റെ വാപ്പാന്റെ മുതലോ കച്ചവടമൊക്കെ അനക്ക്? ഓന്റെ വാപ്പാന്റെ മുതല് ഉബക്കും കൂടി ഉള്ളതാ. നമ്മളോട് ചോദിച്ചിക്കണോ? നിന്നോടോ ചോദിച്ചിക്കണോ വിൽക്കണ കാര്യം? എത്രയാണ് ഓന്റെ വാപ്പാന്റെ മുതൽ വിൽക്കണീന് എന്നോട് നിങ്ങളോട് ചോദിച്ചു? ഓന്റെ വാപ്പാന്റെ മുതലിൽ ഉബക്കും അവകാശം ഉണ്ട്. ഒരവകാശം ഇല്ല. ഇപ്പൊ കൊടുക്കാനുള്ളൊക്കെ കൊടുത്തുക്കണോന്. എന്ത് കൊടുക്കണം? പിന്നെ മതിയായിട്ടില്ലേ? എന്താ ഓൻ തന്നത്? പിന്നെ കെട്ടിയ ആ സമയത്ത് കല്യാണത്തിന് തന്ന പണ്ടോ? പോരെ. എത്താണ് ഈ ആമ്പറന്നോൻ ഇങ്ങനെ? പിന്നെ ഈ പിന്നെ പറമ്പിൽ നോക്കാൻ അവകാശമില്ല. എന്തിനാ അവകാശം? നിങ്ങളൊക്കെ ഇങ്ങോട്ട് വലിയ ഉദാരശീലന്മാരായിട്ട്. എന്താണ് ഈ ആമ്പറന്നോന്? പയക്കര പറമ്പിലുള്ള ആ സ്ഥലല്ലേ, അത് ഇപ്പൊ ഓനിക്കായിട്ട് പറഞ്ഞുള്ളതാണ്. അതിന് പകരല്ലേ ആ ക്വാർട്ടേഴ്സിന്റെ അപ്പുറത്തുള്ള പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, എഴുതിയിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഓനിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഓർത്തോട്ടെ. പറച്ചില്ലൊക്കെ എന്ത് കാര്യം? അത് ഇപ്പാനാപ്പ ആരേലും പറഞ്ഞു ഓൻ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടാക്കിയതായിക്കാലോ. അതുകൊണ്ട് കാര്യമല്ല. എഴുതി രജിസ്റ്റർ ആക്കിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അതിൽ അനക്കും ഉണ്ട് അവകാശം. അത് പോയി വാങ്ങും വേണം. ഓൻ ഒറ്റക്കാട്ട് മുണങ്ങാനൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. തൽക്കാലം ആ പൈസ മേടിക്കാൻ എനിക്ക് യാതൊരു തീരുമാനവും ഇല്ല. എനിക്ക് അത്യാവശ്യത്തിന് കൂടുതൽ പണ്ടെന്ന് എനക്ക് ആവശ്യം ഉണ്ടാവില്ല പൈസ എനിക്ക് ആവശ്യമുണ്ട്. ഞാനല്ല കാര്യങ്ങൾ നടത്തണത്. എനിക്ക് 4 നേരം വെട്ടി മുണിങ്ങി ഇവിടെ കുത്തിരുന്നാ പോരെ നോണയും പറഞ്ഞ്? എന്താ പേരേക്ക് ഇലവിന്റെ കാര്യങ്ങൾ നോക്കല്, കുട്ടികളെ പഠനത്തിന്റെ കാര്യങ്ങൾ നോക്കല്. അനക്ക് മാസം മാക്സി മാറ്റണം, അത് മാക്സി ആയിരിക്കണം, മറ്റേ മാക്സി ആക്കണം, മറ്റേ ഓൺലൈനിൽ വേറെ ബുക്ക് ചെയ്ത് പറഞ്ഞ പൈസ ചെയ്യാനല്ലേ. പൈസ മാണ്ടോലോ. ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങളെ പെങ്ങള് ആയിരുന്നീസല്ലേ, ഓള് തെക്കേലെ സ്ഥലം ഒന്നും മറിക്കാന് ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? അതിപ്പൊക്കായിട്ടാണ് തന്നതെന്ന് പറഞ്ഞു നിങ്ങള്. എന്താ നിങ്ങൾക്കൊരു നിയമം ഒരു നിയമം? എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അപ്പൊ വേറെ ഒന്നിട്ട് കൊടുത്തിടും. ആ വർത്താനം അപ്പൊ ഇവിടെ പറയണത്. ഇപ്പൊ ഇവിടെ പറയുന്നത് ഇവൻ അന്നോടും ഇഞ്ഞോടും പിന്നെ ഒന്ന് കൂടി ആലോചിക്കാതെ ഓൻ ആ സ്ഥലം വിൽക്കുന്നുണ്ട്. ആ ബ്രോക്കർമാർ അവിടെ പിന്നെ അതിന് ആളെ കൊണ്ടേക്കണ്. ആ വിവരം ഞാൻ അങ്ങാടിന്ന് അറിഞ്ഞു. ഓന് പൈസക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഓന്റെ വാപ്പാന്റെ മുതലേ ഓന് വിൽക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എന്റെ വാപ്പാന്റെ മുതൽ ഓന് വിൽക്കാൻ പറ്റൂലല്ലോ. എന്റെ വാപ്പാണ്, ഓന്റെ വാപ്പാറിന് എന്റെ അമ്മോസം കാക്കയാണ്, ഇവിടെ വാപ്പയാണ്. അതിൽ എനിക്കുണ്ട് അവകാശം. അത് പറയാൻ ചെല്ലിച്ച് വിളിച്ചുകൊണ്ട് പറയും കാര്യം. ആര് പറയണ്? ഇജ്ജ് പറയണം. പിന്നെ എക്കായല്ലേ പണി. നിങ്ങൾക്ക് അത്യാവശ്യം പണ്ടും മുതലൊക്കെ തന്നെ കെട്ടിക്കണത്. ബാക്കി പോരാത്തതിന് എന്റെ പേരിലവിടെ സ്ഥലവും കിടക്കുന്നുണ്ട്. ബാക്കി ഓനിക്ക് എന്തെങ്കിലും വാപ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓനോട് എടുത്തോട്ടെ. ഒന്നോരെ പോത്തെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞതേ ഞാൻ ചോദിച്ചോണ്ട് കിട്ടി. ഇല്ലെങ്കിൽ ഓൻ വല്ലാതെ തരും എനിക്ക്. ഞാൻ 25 പവൻ ആണെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആയതുകൊണ്ട് കിട്ടി. ആയിക്കോട്ടെ. അല്ലെങ്കിൽ അതിന് ശേഷം പിന്നെ ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. കല്യാണത്തിന് ശേഷം പിന്നെ ഓനൊന്നും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നിക്കണോ? എന്താ കല്യാണത്തിന് ശേഷം നിങ്ങളൊക്കെ ഉണ്ടാക്കി തരേണ്ടത്? നിങ്ങൾ ഇന്റെ 5 പവൻ കൊണ്ടേ വിൽക്കാന്നല്ലാതെ നിങ്ങൾ 6 പവൻ ഉണ്ടാക്കിയാന്നോ? 1 പവൻ ഉണ്ടാക്കിയാന്നോ? 5 പവൻ വിൽക്കാന്ന് പറഞ്ഞാൽ ഒരു കുടുംബമായി നിൽക്കുമ്പോ അവക്കെ ഉണ്ടാവും. അതിനെന്നെ നിങ്ങളെ മോനിക്ക് പിരാന്താട്ടോ, നിങ്ങളെ മോനിക്ക് പിരാന്താണ്. ഞാൻ ഇപ്പൊ തങ്ങൾക്കിടും ഈ വക സ്വഭാവം. തിന്റെ മോൻ തന്നെയല്ലേ നീ? എന്താ മരോളപ്പെട്ട് കൂടിങ്ങാട് നിങ്ങൾ ഓളെ പെരക്കാരപ്പെടെ കൂടിക്കോളിട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ മകനൊന്നല്ല വേണ്ടിയത്, മരോള ആങ്ങളെയാണ് വലുത്. സ്ഥലത്ത് കാട്ടി ആരും നിങ്ങളെ കൂടെ നിൽക്കൂല. ഞാൻ ഉള്ളോടത്തെ ഞാൻ നിൽക്കുള്ളൂ. മക്കൾക്ക് ന്യായം ഇല്ലാതെ നിങ്ങൾ കണ്ടോലപ്പം ന്യായം പറഞ്ഞു. പിന്നെ അനെ വാപ്പാന്റെ മുതൽ നിങ്ങൾ ആ കള വിറ്റൂടും, അത് ആയിക്കാവശ്യമുണ്ടെങ്കിൽ. അല്ലാതെ കണ്ടോലെ നിൽക്കാന് അതാണല്ലോ അതിന്റെ കണക്കില്ലേ. കിട്ടുള്ളത് കിട്ടി തന്നെ വേണം. ഞാൻ ചോദിക്കൂല, എനിക്ക് വേണ്ട. ഞാൻ പോയി ചോദിച്ചോളാം. നിങ്ങൾക്ക് നന്നായി, നിങ്ങൾക്ക് നന്നായി. എന്റെ വില എവിടെ പോയി കളയാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞു തരട്ടാ. ഈ വിലയും പറഞ്ഞ കുത്തിരുന്ന ആരും വില കാണൂല. ആ സാധനം ചോദിച്ചെങ്കിലേ കിട്ടുള്ളൂ.
നോക്ക എബന് ഞാൻ ഒന്ന് നാലോ തരുവന്നട്ടാ. ഏറെ കളിച്ചിട്ടുണ്ടെങ്കിലേ ഇന്റെ പേരിൽ എഴുതുന്ന ആ സ്ഥലമില്ലേ അത് ഞാൻ ഓന്റെ പേര് എഴുതി കൊടുക്കും, നോക്കിക്കോ. ഇജാൻ അല്ലെങ്കിലും അവന്റെ പിന്നെ മാപ്പിളക്കാരെക്കാട്ടിലും വലുതും ആങ്ങള കേട്ടിക്കൊടുന്ന എല്ലാ അമുക്കാക്കുള്ളതാണ്. ഓർക്ക് ഓല വരക്കാരും ഇല്ലത് കാരണം ഇങ്ങളും തെറ്റുണ്ട് കണ്ട അതിന് തുള്ളണത്. അത് ശരി, അപ്പൊ ഞാനാ കുറ്റക്കാരല്ലേ? നിങ്ങളൊക്കെ വലിയ സുജായിയാളും 5-8 ലക്ഷം ഉറുപ്പിട്ടണ കേസായിരുന്നു. താളിയും ഈ അമുക്കും ഒക്കെ ഒരുപോലെ ജയിനെങ്കിലും ഒന്നിനൊരന്തം വേണ്ടേ. ചോറയിക്കണോ? അതുമില്ലേ.